നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡിസാസ്റ്റർ സ്റ്റഡീസിനെ കുറിച്ചുള്ള കോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഡിസാസ്റ്റർ സ്റ്റഡീസും ഒക്കെ വർക്ക് ചെയ്യണം, ഏതൊക്കെ കോഴ്സാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി, ആ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അത് ചെയ്യേണ്ടത്. ആ ഒരു തീപിടുത്തം എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കതിന് സയൻറ്റിഫിക് ആയിട്ട് പഠിച്ച ആൾക്കാരെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഡിസാസ്റ്റർ സ്റ്റഡീസും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും. അങ്ങനെ രണ്ട് കോഴ്സുകളാണ് ഉള്ളത്. പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, അതിൽ അവരെ രക്ഷിക്കാൻ വന്നതും ആ പ്രളയം കഴിഞ്ഞിട്ടും വീണ്ടും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സയൻറ്റിഫിക് ആയിട്ട് കുറേ പേര് നിന്ന് ചെയ്തത്. അങ്ങനെ ഉള്ള ആൾക്കാർ പഠിക്കുന്ന കോഴ്സാണ് ഡിസാസ്റ്റർ സ്റ്റഡീസും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എന്ന് പറയുന്നത്. ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമുക്ക് നോക്കാം. PGയിൽ വരുന്ന ഒരു കോഴ്സാണ് BSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊരു BSc കഴിഞ്ഞ ആൾക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന കോഴ്സ്. JNUലൊക്കെ അവൈലബിൾ ആണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് MA ഡിസാസ്റ്റർ സ്റ്റഡീസ് ആണ്. BA കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MA ഡിസാസ്റ്റർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ലോ കോഴ്സും വരുന്നുണ്ട്. ലോ കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ഡിസാസ്റ്റർ ലോ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ജിയോഗ്രാഫി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു കോഴ്സാണ്. അത് ജിയോഗ്രാഫി കഴിഞ്ഞവർക്ക് ജിയോഗ്രാഫിയിൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ് ജിയോഗ്രാഫിയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ജിയോഗ്രാഫിയിൽ PG എടുക്കാൻ വേണ്ടി സാധിക്കുക. അതുപോലെ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ ഡിസീസ് വരുന്നതെന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചവർക്ക് മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് ഒക്കെ വെള്ളം അവിടെ നിന്നൊക്കെ അടിച്ചു കയറി എങ്ങോട്ട് പോയി എന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്നാൽ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണവും ഡിസാസ്റ്റർ കഴിയുമ്പോഴത്തേക്കും ഇവരെ റീഹാബിലേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ കഴിയുമ്പോഴത്തേക്കും ഈ ഡിസീസ് കാരണം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞെന്ന് വിചാരിക്കുക, എന്തോ ആവട്ടെ, പ്രളയമാവട്ടെ, എർത്ത് ആക്കട്ടെ, ഉരുൾപൊട്ടലാവട്ടെ, ഫയറാവട്ടെ, എന്ത് കഴിഞ്ഞാലും ഈ ഈ ഇതിൽ അകപ്പെട്ടു പോയ കുറേ മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, താമസ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇവരെയൊക്കെ റീഹാബിലേഷൻ ചെയ്തെടുക്കുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലോ ഡിസാസ്റ്റർ സ്റ്റഡീസിലോ അതുമായിട്ട് ഏത് മേഖലയിലാണ് അതുമായിട്ട് പഠിച്ച ആൾക്കാരായിരിക്കും അതിനു വേണ്ടി ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു കോഴ്സാണ് ഡിസാസ്റ്റർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എക്കണോമിക്സിന് എന്താണ് ഇവിടെ കാര്യമെന്ന്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഒരു ഡിസാസ്റ്റർ കഴിയുമ്പോൾ ഇവരെയൊക്കെ റീഹാബിലേഷൻ ചെയ്യാൻ ഒരു പ്ലാനും ഒരു ബഡ്ജറ്റും ഒക്കെ ആവശ്യമാണല്ലോ. അതിനാണ് ഡിസാസ്റ്റർ എക്കണോമിക് കഴിഞ്ഞവർ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും പ്രളയം ഒരു ഡിസാസ്റ്റർ നടക്കുന്നത് മുതൽ അവരെ ഒരു സേവ് ചെയ്യുന്നതും അവരെ പിന്നെ റീഹാബിലേഷൻ ചെയ്യുന്നതും അവരെ ഡിസീസിൽ നിന്ന് രക്ഷിക്കുന്നത്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഏത് കോഴ്സിലാണ് വർക്ക് ചെയ്യുക, അത് നമ്മുടെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഇതിപ്പോൾ ഇനി ഏത് തലത്തിലാണ് ജോലി എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിസാസ്റ്ററിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ NGOsകളുണ്ട്. അങ്ങനെ നമുക്ക് പല സ്ഥലത്തും ഇപ്പോൾ UN-ലൊക്കെ ആണെങ്കിൽ UNEP-യിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് ആണ് UN സംബന്ധിച്ച് ഡിസാസ്റ്റർ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് വേണ്ടി വരുന്നത്.